രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന സുപ്രീം കോടതി നിരീക്ഷണം. മുസ്ലിം സ്ത്രീകൾക്ക് തുല്യമായ അനന്തരാവകാശം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർണായകമായി പരാമർശം നടത്തിയിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ വലിയ ഒരു വിഭാഗത്തിന് ഇപ്പോഴും തുല്യമായ സ്വത്തവകാശമില്ല. അതും കോടതി ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള ശരിയത്ത് നിയമത്തിലെ അനന്തരാവകാശ വ്യവസ്ഥകൾ റദ്ദാക്കപ്പെട്ടാൽ പകരം ഏത് നിയമമാണ് ആ വിഭാഗത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന ചോദ്യവും ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ, ജോയ്മാല ബാഗ്ബി എന്നിവരടങ്ങിയ ബെഞ്ച് ഉയർത്തി. ഗോത്രവർഗ്ഗക്കാർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം ഒട്ടേറെ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും ഇവയെല്ലാം റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമായി സാധിക്കുമോ എന്ന സംശയവും ബെഞ്ച് പ്രകടിപ്പിച്ചു. ലിംഗസമത്വം എന്ന ലക്ഷ്യം പൂർണ്ണമായി നേടാനായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോടതി ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്ന തുല്യതാ സങ്കല്പം അഥവാ ഏകഭാര്യ വിവാഹ രീതി എല്ലായിടത്തും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും രാജ്യത്തെ എല്ലാ ബഹുഭാര്യത്വ വിവാഹങ്ങളും നിർത്തലാക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ എന്നും ബെഞ്ച് ആരാഞ്ഞു. വ്യക്തി നിയമങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ നിയമപരമായ ഏകീകരണം ആവശ്യമാണ് എന്ന സൂചന തന്നെയാണ് കോടതി ഈ പ്രസ്താവനകളിലൂടെ നൽകിയിരിക്കുന്നത്. ശരിയത്ത് നിയമത്തിലെ അടക്കം വ്യക്തി നിയമങ്ങളിലെ പോരായ്മകൾക്ക് ഏകീകൃത സിവിൽ കോഡ് ഉത്തരമാകണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സുപ്രീം കോടതി. പിന്തുടർച്ച അവകാശത്തിൽ ഉൾപ്പെടെ മുസ്ലിം സ്ത്രീകളോട് വിവേചനം എന്ന ഹർജികൾ പരിഗണിക്കവെയാണ് കോഡ് വരാൻ സമയമായി എന്ന താൽപര്യം ആവർത്തിച്ചത്. 1937 മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ടിലെ വ്യവസ്ഥകളെയാണ് ഹർജികളിൽ ചോദ്യം ചെയ്യുന്നത്. മുസ്ലിം പിന്തുടർച്ച അവകാശ വിഷയത്തിൽ മറ്റൊരു നിയമം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ നിലവിലെ നിയമം റദ്ദാക്കിയാൽ ശൂന്യത ഉണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിയമനിർമ്മാണ സഭയുടെ വിവേകത്തിന് വിടുന്നതാണ് ഉചിതം. അങ്ങനെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ നിയമം കൊണ്ടുവരാൻ സാധിക്കും. ഒരാൾക്ക് ഒരു ഭാര്യ എന്നത് എല്ലാ സമുദായത്തിനും ഒരുപോലെ ബാധകമല്ല. ബഹുഭാര്യത്വ ബന്ധങ്ങളെ അസാധുവായി പ്രഖ്യാപിക്കാനുമാകില്ല. ഏറെ കാലത്തിന് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഏകീകൃത സിവിൽ കോഡ്. അടുത്തിടെ നടന്ന 2 സംഭവങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡിനായുള്ള മുറവിളികൾ വീണ്ടും ഉയരാൻ കാരണമായത്. ജൂൺ 14 ഇന്ത്യയുടെ 22ാം നിയമ കമ്മീഷൻ വിവിധ പൊതുസംഘടനകളോടും മതസംഘടനകളോടും ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. മതങ്ങൾക്ക് അതീതമായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ഒരുപോലെ ബാധകമായ ഏക സിവിൽ കോഡ് നിലവിൽ വരേണ്ടതുണ്ട് എന്ന് 21ാം നിയമ കമ്മീഷനും നിരീക്ഷിച്ചിരുന്നു. എന്തായാലും ഏക സിവിൽ കോഡ് വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വരികയാണ്. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്ത് എന്നിവ അടക്കമുള്ള വിഷയങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്ക് ബാധകമാകുന്ന ഒരൊറ്റ നിയമസംഹിതയാണ് ഏകീകൃത സിവിൽ കോഡ്. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ ഏകീകൃത ക്രിമിനൽ കോഡുണ്ട്. എന്നാൽ സിവിൽ നിയമങ്ങളിൽ അത്തരമൊരു ഏകീകരണം ഇതുവരെയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 44ാം വകുപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ഉടനീളം എല്ലാ പൗരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഏറെ പ്രസിദ്ധമായ 1985 ഷാബാനോ കേസിൽ വിധി പ്രസ്താവിക്കുന്നതിനിടെ പരമോന്നത നീതിപീഠം സമാനമായ ഒരു നിരീക്ഷണവും നടത്തിയിരുന്നു. 44ാം വകുപ്പ് നിഷ്ഫലമായി നിലനിൽക്കുകയാണ് എന്നും ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരേണ്ടതുണ്ട് എന്നുമായിരുന്നു സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.